ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഫോർത്ത് സ്റ്റാൻഡേർഡിന്റെ തവാവ് സെഷൻസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വീഡിയോയില് യൂണിറ്റ് 1 ആർ കമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിങ് ടുഗദർ ആണ് പഠിക്കാൻ പോകുന്നത്. About the unit, we all depend on each other in some way or another. Regular interactions and celebrations enrich our bonds, creating a sense of belongingness. Communities thrive on cooperation, communication, and mutual respect in their social and natural surroundings. എന്താ ഇവിടെ പറയുന്നത്? നമ്മളെല്ലാവരും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് ജീവിക്കുന്നത്, അല്ലെ? നമ്മൾ മാത്രമായിട്ട് ഒരു വീട് മാത്രമായിട്ടല്ലല്ലോ ഇവിടെ ഉള്ളത്. നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലെ ആൾക്കാര്, അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ചുറ്റും വേറെയും വീടുകളും ആളുകളും, അതുപോലെ നമ്മുടെ ചുറ്റും പല ആളുകളുമുണ്ട്. അവരൊക്കെ പല ജോലികളും ചെയ്യുന്നു. അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? Students explore community institutes around them, including schools, hospitals, banks, and markets. They understand the role of people, tools used, and their contribution to development of more inclusive and sustainable society. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് കുറേ കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മുഴുവൻ കമ്മ്യൂണിറ്റിക്കും വേണ്ടിയുള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സച്ച് ആസ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ബാങ്ക്സ്, മാർക്കറ്റ്. ഇവിടെയൊക്കെ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്, അല്ലേ? എന്തിനാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉള്ളത്? അവ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മുടെ വളർച്ചയിൽ എന്ത് പങ്ക് വഹിക്കുന്നുണ്ട്? അതുപോലെ തന്നെ they get familiarized with how transportation helps in movement of people and various goods. ഗതാഗത സൗകര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമ്മുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. സിമിലർലി ദേ ഓൾസോ ലേൺ ഹൗ ദ കമ്മ്യൂണിക്കേഷൻ ഹാസ് ഇംപ്രൂവ്ഡ് സ്റ്റഡിലി വിത്ത് ടൈം. ബോത്ത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹാവ് ഇംപ്രൂവ്ഡ് കണക്ടിവിറ്റി. കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇംപ്രൂവ് ആയി. പണ്ട് കാലത്തുള്ളത് പോലെയല്ല, ഒരു കാര്യം ഒരാളുടെ അടുത്തുനിന്ന് വേറൊരാളുടെ അടുത്തേക്ക് അറിയിക്കാൻ ഇപ്പൊ എത്ര പെട്ടെന്ന് പറ്റുമല്ലേ? നിങ്ങൾക്ക് എത്രയോ ദൂരമുള്ള ഒരാളെ മെസ്സേജ് ചെയ്യാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം ഈസിയാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഡെവലപ്മെന്റും നമ്മുടെ ഇതുപോലത്തെ കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെ ഉള്ള പ്രാധാന്യത്തെ കുറിച്ചാണ്. They develop a sense of directions and ability to locate various places through landmarks by drawing, sketching, identifying and reading maps. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാ കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഇൻട്രോ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ്ലി ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ, ലിവിങ് ടുഗെദർ. ഒരുമിച്ചുള്ള താമസം. ഒരുമിച്ചുള്ള താമസം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലാവണം എന്നില്ല, കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് ആണ് ആളുകൾ ജീവിക്കുന്നത്. അപ്പൊ നോക്കാം. A tour around my village. My name is Chandan. ഇവിടെ ചന്ദൻ ഉണ്ട്. I live in a beautiful village. Beautiful ആയിട്ടുള്ള വില്ലേജിലാണ് ചന്ദൻ താമസിക്കുന്നത്. There's a big playground near my house. After school, I go there with my friends to play kabaddi and other games. ചന്ദന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പ്ലേ ഗ്രൗണ്ടിനെ പറ്റിയാണ് ഇനി പറയുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ്സിന് ശേഷം ചന്ദനും അവന്റെ ഫ്രണ്ട്സും അവിടെ കബഡിയും മറ്റു കളികളും ഒക്കെ കളിക്കുമായിരുന്നു. There's a big banyan tree at the corner of the playground under which our elders gather to talk with each other. Come, let me show you around. ആ പ്ലേ ഗ്രൗണ്ടിന്റെ അടുത്ത് വലിയൊരു ബാനിയൻ ട്രീ ഉണ്ട്. അതിന്റെ അടിയിലാണ് എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒത്തുകൂടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. വരൂ, നിങ്ങൾക്ക് ഞാൻ എന്റെ ഗ്രാമം കാണിച്ചു തരാം എന്നാണ് ചന്ദൻ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. Look at the picture of Chandan's village. What do you see in the picture? Describe below. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഇത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉള്ളത്? വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, പശുക്കളുണ്ട്, ഒരാള് സൈക്കിൾ ഉന്തി ഒരു വഴിയിലൂടെ പോകുന്നുണ്ട്, ലേഡി കയ്യിലൊരു കൊട്ടയുമായി നിൽക്കുന്നുണ്ട്, ആ റോഡിൽ ഓപ്പോസിറ്റ് ഒരു കാറ് വരുന്നുണ്ട്, ഇവിടെ ഒരാള് നിൽക്കുന്നുണ്ട്, തൊട്ടടുത്തൊരു വെല്ലുണ്ട്, കിണറുണ്ട് വെള്ളം എടുക്കാൻ. അപ്പൊ ഇയാൾ ചിലപ്പം വെള്ളം എടുക്കാൻ വന്നതായിരിക്കാം, എന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം.
അതുപോലെ ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് ഒരു വലിയ ബാനിയൻ ട്രീ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടൊന്ന് എഴുതി നോക്കാം. I see houses, a pond, trees, and a road. A cow is gazing near the water and a bird is sitting on it. Some children are playing near a big banyan tree. There is a well where people draw water. A man is riding a bicycle and a lady is walking on the road. I can also see a post office, a water tank, and car. People are doing their daily activities. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക. Explore your locality. Observe the people and places around you. Write your observations about how the people and places you see are connected to each other in the table given below. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഈ ടേബിളിൽ തന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷന്റെ ബേസിൽ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഫസ്റ്റ്, ഷോപ്പ് കീപ്പർ. നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ എന്തായാലും ഷോപ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ അവിടുത്തെ ഷോപ്പ് കീപ്പറിനെ പറ്റി ആലോചിച്ചാൽ മതി. കണക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് പ്ലേസസ്. എന്താണ് ഷോപ്പ് കീപ്പറിന്റെ കണക്ഷൻ? സെൽ ഗുഡ്സ് ലൈക്ക് ഫുഡ് ഐറ്റംസ്, ക്ലോത്ത്സ് ആൻഡ് പ്രൊഡക്ട്സ് ഫോർ ഡെയിലി നീഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോ ഷോപ്പ് കീപ്പർ സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ സാധനങ്ങളാ? ഫുഡ് ഐറ്റംസ്, ക്ലോത്ത്സ് ആൻഡ് പിന്നെ ഡെയിലി നീഡ്സിനുള്ള മറ്റ് പ്രൊഡക്ട്സും. അതുപോലെ സെൽസ് ലോക്കൽ പ്രൊഡക്ട്സ്. ലോക്കൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊക്കെയുള്ള ആളുകൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ അവരുടെ പച്ചക്കറി തോട്ടത്തിലുള്ള പച്ചക്കറിയോ, അല്ലെങ്കിൽ അവരുണ്ടാക്കിയിരിക്കുന്ന പാലോ, അവരുണ്ടാക്കിയിരിക്കുന്ന തൈരോ, അങ്ങനത്തെ സാധനങ്ങളും ഷോപ്പ് കീപ്പർ വിൽക്കും അല്ലേ? ഇനി കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ആലോചിച്ചേ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹെൽപ്സ് പീപ്പിൾ ഗെറ്റ് ഡെയിലി നീഡ്സ് ഈസിലി. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഡെയിലി നീഡ്സും ഈസി ആയിട്ട് കിട്ടാനും ഷോപ്പ് കീപ്പർ ഹെൽപ്പ് ചെയ്യും. പിന്നെ റോഡ്. എന്താണ് റോഡിന്റെ ആവശ്യം? നിങ്ങളുടെ ഒരു ലൊക്കാലിറ്റിയിൽ റോഡിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കണക്ട്സ് പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെന്റ് ഏരിയാസ്. വേറെ ദൂരെയുള്ള ഒരു സ്ഥലത്തുള്ള ആളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? വണ്ടി എടുക്കും, റോഡിലൂടെ പോകും, അവിടെ എത്തും. അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി വേറെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയിൽ കയറി അങ്ങോട്ട് പോകും അല്ലെ? അപ്പൊ റോഡാണ് ഇവിടെ മുതൽ അവിടം വരെ പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. allows easy movement of goods and services. സാധനങ്ങളും അല്ലെങ്കിൽ മറ്റു സർവീസസും ഒക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വരെ എത്തണം. അത് ചുമന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ഒരു വണ്ടിയിൽ കയറ്റി റോഡിലൂടെ വരും. റോഡ് ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ലേ? ഇനി റോഡ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണെങ്കിൽ അവിടെ വരെ വണ്ടി പോകൂ. പിന്നെ ആ സാധനങ്ങളൊക്കെ ആളുകൾ ചുമന്ന് വീട്ടിലെത്തിക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഒരു റോഡ് ഉണ്ടെങ്കിൽ സാധനങ്ങളും പിന്നെ മറ്റു സർവീസസും ഒക്കെ ഈസി ആയിരിക്കാം. അപ്പോ ഹെൽപ്സ് പീപ്പിൾ ട്രാവൽ സേഫ്ലി. റോഡ് മെയിൻ ആയിട്ട് ആളുകളെ ട്രാവൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കൂടി ചെയ്യും. ഇനി ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം. ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, അങ്ങനെ അല്ലേ? അപ്പൊ പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ഫോർ ഇൽനെസ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യും. ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഗിവ്സ് മെഡിസിൻ ടു പേഷ്യൻസ്, ഹെൽപ്സ് ഇൻ എമർജൻസീസ്. ഓക്കെ അല്ലേ? ഇനി പോലീസ്. എന്താണ് പോലീസിന്റെ റോള്? പ്രൊവൈഡ്സ് സേഫ്റ്റി. ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നതിന്റെ കാരണം അവിടെ പോലീസ് ഉള്ളത് കൊണ്ടാണ്. പോലീസ് ഉള്ളപ്പോൾ ക്രിമിനൽസിനൊക്കെ പേടിയായിരിക്കും. അപ്പൊ അവര് ക്രൈം ഒന്നും ചെയ്യാതിരിക്കും. നമുക്ക് സേഫ് ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റും. അതുപോലെ മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ. ക്രമസമാധാനം അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കാനും അത് ഫോളോ ചെയ്യാനും ഒക്കെ പോലീസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹെൽപ്സ് ഡ്യൂറിങ് എമർജൻസീസ്. വളരെ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുമല്ലോ, അതിലൊക്കെ പോലീസ് പെട്ടെന്ന് വന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി സ്കൂൾ. എന്താണ് നിങ്ങളുടെ സ്കൂളിന്റെ കാര്യങ്ങൾ? സ്കൂള് എന്തൊക്കെ കാര്യങ്ങളാണ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് ഡിസിപ്ലിൻ ആൻഡ് വാല്യൂസ്, ഹെൽപ്സ് ഇൻ ഓവറോൾ ഡെവലപ്മെന്റ് അല്ലേ? സ്കൂളുകൾ
പഠിപ്പിക്കുന്നു. പിന്നെ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കണമെന്നും പഠിപ്പിക്കുന്നു. അതല്ലാതെ നിങ്ങൾ വളർന്ന് വലിയ കുട്ടികളാവുമ്പോൾ നിങ്ങൾക്കുള്ളിലുള്ള മൂല്യങ്ങളും നിങ്ങളുടെ മൂല്യബോധവും ഒക്കെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാത്തിനും സ്കൂൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. Discuss. Why do you think it is important to have places like parks, schools, hospitals and bus stops in your locality? ഓരോ കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ പാർക്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ബസ് സ്റ്റോപ്സ് ഒക്കെ വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഡിസ്കസ്. എനിക്ക് വീഡിയോയിലൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായിരിക്കണം. ടീച്ചർ ക്ലാസ്സിൽ എഴുതി തരുന്ന 1-2 പോയിന്റ് വായിച്ച് പഠിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കൂടുതലായിട്ട് ചിന്തിച്ച് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക. ഇനി നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കുക. പല ആളുകളോടായി ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. These places are important because they make our life easy and comfortable. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. സ്കൂൾസ് ഗിവ്സ് എഡ്യൂക്കേഷൻ. സ്കൂൾസ് ഗിവ്സ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാനും പഠിക്കാനും ഒക്കെ ഈസിയാണ്. സ്കൂൾ വളരെ ദൂരെയാണെങ്കിലോ അത്രയും ദൂരം പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു സ്കൂൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ട്രീറ്റ്മെന്റ്. ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. ഇനി പനി വന്നാലല്ല, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ ജീവന് വേണ്ടി പൊരുതുന്ന സമയത്തും അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ ഈസി ആവും. ദൂരെയാണെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇനി പാർക്സ്. എന്തിനാണ് പാർക്സിന്റെ ആവശ്യം? ഇറ്റ് ഹെൽപ്പ് അസ് റിലാക്സ് ആൻഡ് പ്ലേ. കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് എക്സസൈസ് ചെയ്യാനും നടക്കാനും ഒക്കെ പാർക്സ് അത്യാവശ്യമാണ്. ബസ് സ്റ്റോപ്പ് ഹെൽപ്പ് അസ് ട്രാവൽ ഈസിലി. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകണം, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒന്നും ബസ് സ്റ്റോപ്പ് ഇല്ല, കുറേ ദൂരെയാണ് ബസ് നിർത്തുള്ളൂ, അവിടം വരെ നടന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ? പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ആദ്യം അവിടെ പോയി പിന്നെ അവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ബസ് സ്റ്റോപ്പും നമ്മുടെ വീടിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ അത്രയും നമ്മുടെ ലൈഫ് കംഫർട്ടബിളും ഈസിയുമാകും. അപ്പൊ ഇങ്ങനത്തെ ഓരോ അമ്യൂണിറ്റീസും നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. How would life be different if one or more of these places in your locality did not exist? നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ 1-2 എണ്ണം നിങ്ങളുടെ വീടിന്റെ അടുത്തൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ എഡ്യൂക്കേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും, എക്സസൈസ് ചെയ്യാനും കളിക്കാനും സ്ഥലം ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ലൈഫ് വുഡ് ബി ഡിഫിക്കൽട്ട്. We would not get proper education, medical help, transport, or a place to relax. Daily life would become harder and less convenient. ഇത് എക്സാമ്പിൾ ആൻസേഴ്സ് തരുന്നത് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, ഇങ്ങനെയും ആൻസർ എഴുതാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. What can you do to keep these places clean and safe? Very, very important. നമുക്ക് ഇങ്ങനത്തെ അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ഉണ്ടായാൽ മാത്രം പോരാ, അത് വളരെ ക്ലീൻ ആയിരിക്കും കൂടി വേണം. നമ്മൾ ഡെയിലി വൈകുന്നേരം കളിക്കാനും എക്സസൈസ് ചെയ്യാനും പാർക്കിൽ പോവാന്ന് വിചാരിക്കുക. ആ പാർക്കിൽ ചപ്പ് ചവറുകളൊക്കെ നിറഞ്ഞ് വേസ്റ്റ് ഒക്കെ നിറഞ്ഞിരുന്ന ആരെങ്കിലും അവിടേക്ക് പോവോ? ഇല്ല അല്ലെ? അപ്പൊ ഓരോ കാര്യങ്ങളും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ. I can keep these places clean by not littering. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ അവിടെ പോയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിലും നമ്മൾ അവിടെ വൃത്തികേടാക്കാതിരുന്നാൽ അത് വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. യൂസിങ് ഡസ്റ്റ്ബിൻസ്, സൈഡിലുള്ള ഡസ്റ്റ്ബിനിൽ മാത്രം വേസ്റ്റ് ഇടുക. പ്ലാന്റിംഗ് ട്രീസ്. I can follow rules, take care of public property and encourage others to do the same. അപ്പോൾ പബ്ലിക് പ്രോപ്പർട്ടീസ് എല്ലാവർക്കും ഉള്ളതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇത് നമുക്ക് മാത്രം പോയി കളിക്കാനുള്ള വേണ്ടുമല്ല, എല്ലാവരും ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും വൃത്തികേടാക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും വൃത്തികേടാക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ കാര്യം പറയണം. അത് വൃത്തികേടാക്കാതെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പറയണം അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് പറയൂ. People
and places are part of our community. ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്ഥലവും ആ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളുമാണ്. There are schools, market, playgrounds and roads that everyone use. ഒരു കമ്മ്യൂണിറ്റിയിൽ സ്കൂൾസ് ഉണ്ടാവും, മാർക്കറ്റ്സ് ഉണ്ടാവും, പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ടാവും, റോഡ്സ് ഉണ്ടാവും. ഇതൊക്കെ ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. Public places are used for various purposes like playing, relaxing and meeting others. എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള പബ്ലിക് ആയിട്ടുള്ള പ്ലേസുകൾ എന്തിനൊക്കെയാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്? പ്ലേയിങ്, റിലാക്സിങ്, മീറ്റിംഗ് ഒക്കെ അല്ലെ. ഒരു പബ്ലിക് പ്ലേസ് പറഞ്ഞേ, പാർക്ക് ഒരു പബ്ലിക് പ്ലേസ് ആണ്. People come together to clean and decorate them on various occasions. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചില പ്രത്യേക ഒക്കേഷൻസിൽ അല്ലെങ്കിൽ ചില ഫെസ്റ്റിവൽസിന്റെ സമയത്ത് ഒക്കെ നമ്മൾ ഈ പബ്ലിക് പ്ലേസ് ഒക്കെ ക്ലീൻ ചെയ്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. ഒരു ഉത്സവമൊക്കെ ആയി കഴിഞ്ഞാൽ വഴിനീള തോരണങ്ങളൊക്കെ തൂക്കി ആളുകൾ ആ സ്ഥലത്തിനൊക്കെ അലങ്കരിക്കും അല്ലേ. These shared experiences bring us closer and create beautiful memories. ഇപ്പൊ പറഞ്ഞതുപോലെ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് സ്ഥലങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് അത് ആഘോഷിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ വീട്ടിൽ മാത്രം ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് മറ്റു വീട്ടുകളിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു, അവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നു, അങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കുന്നു, മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ലൊരു മെമ്മറി ആയിരിക്കും. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കുകയും ചെയ്യും. വൻ മഹോത്സവ്, എ ഫെസ്റ്റിവൽ ഫോർ പ്ലാന്റിംഗ് ട്രീസ്. വൻ എന്ന് പറഞ്ഞാൽ വനം, മഹോത്സവ് വലിയൊരു ഉത്സവമാണ്. അപ്പൊ വൻ മഹോത്സവ് എന്ന് പറഞ്ഞാൽ ആ ഉത്സവത്തിന്റെ പേരാണ്. അപ്പൊ ദിസ് ഇസ് എ ഫെസ്റ്റിവൽ ഫോർ പ്ലാന്റിംഗ് ട്രീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. വൻ മഹോത്സവ് വാസ് ടു ബി ഹെൽഡ് സൂൺ ആൻഡ് എവ്രി വൺ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ സെലിബ്രേഷൻസ്. ചന്ദന്റെ ഗ്രാമത്തിലാണ് വൻ മഹോത്സവം നടക്കുന്നത്. ചന്ദൻ ആൻഡ് ഹിസ് സ്കൂൾ ഫ്രണ്ട്സ് വെർ എക്സൈറ്റഡ്. ചന്ദനും അവന്റെ ഫ്രണ്ട്സും ഒക്കെ വളരെയധികം എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതിനും വേണ്ടി. ജോൺ അവന്റെ ഫ്രണ്ട്സ് ആണിത്. അപ്പൊ ജോൺ പറയാം, ഓൺ ദിസ് വൻ മഹോത്സവ് വി വിൽ ക്ലീൻ ദ പാർക്ക് നിയർ അവർ സ്കൂൾ ആൻഡ് പ്ലാന്റ് ട്രീസ് അറൌണ്ട് ദ പാർക്ക്. ഈ വൻ മഹോത്സവിന്റെ സമയത്ത് നമുക്ക് നമ്മുടെ പാർക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിന്റെ ചുറ്റും മരങ്ങൾ പ്ലാന്റ് ചെയ്യണം. അപ്പൊ മല്ലിക, my grandmother comes here with her friends every day for a morning walk. If we clean up the park and plant the trees, they will enjoy their walks much more and will have better air to breathe. എന്റെ ഗ്രാൻഡ് മദറും അവരുടെ ഫ്രണ്ട്സും എല്ലാ ദിവസവും ഇവിടെ മോർണിംഗ് വാക്കിന് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു സ്ഥലത്തൂടി നടക്കാൻ പറ്റും. അത് മാത്രമല്ല നിറയെ പ്ലാന്റ്സ് ഉണ്ടാവുമ്പോൾ നല്ല ഫ്രഷ് എയർ അവർക്ക് ശ്വസിക്കാനും കിട്ടും. ഫ്രഷ് എയർ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? നല്ല ഹെൽത്ത് ഉണ്ടാവും അല്ലേ, നമ്മൾ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കും. ചന്ദൻ, യെസ്, ലെറ്റ് us invite our family members too for this celebration. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും വിളിക്കാം ഈ ഒരു സെലിബ്രേഷന്റെ സമയത്ത്. ഡു യു നോ Van Mahotsav, also known as Tree Planting Festival, is celebrated every year in India during rainy season from 1 July to 7 July. People plant trees to protect the environment and make the earth greener. അപ്പൊ എപ്പോഴാണ് ഈ വൻ മഹോത്സവ് സാധാരണയായിട്ട് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്? 1 ജൂലൈ ടു 7 ജൂലൈ ആണ്. ആ സമയത്ത് ആളുകൾ മരങ്ങളൊക്കെ നട്ട് നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ എർത്തിനെ ഗ്രീനർ ആയി വെക്കാനും ഉള്ള ഓത്തെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. Activity 2. Let us create a colorful poster to help Chandan and his friends. Invite people from their neighborhood to participate in the Van Mahotsav. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. അപ്പൊ പോസ്റ്ററിൽ ആദ്യം തന്നെ വൻ മഹോത്സവ് എന്ന ഹെഡിങ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, ദ വൻ മഹോത്സവ് വിൽ ബി സെലിബ്രേറ്റഡ് ഫ്രം 1 to 7 ജൂലൈ അല്ലെ, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് ആഘോഷിക്കുന്നത്. പിന്നെ അതിൽ പോയിന്റ് ആയിട്ട് കൊടുക്കണം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് കൂടാതെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രവും കൊടുക്കണം.
ഇത്രയും ചെയ്ത് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കി നോക്കൂ, ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോലെ. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. ചിൽഡ്രൻ വെർ ഹാപ്പി ആസ് ദർ പേരൻസ് ആൻഡ് അതർ വില്ലേജേഴ്സ് ജോയിൻ ഇൻ. അപ്പൊ അങ്ങനെ അവർ ഇൻവിറ്റേഷൻ ഒക്കെ കൊടുത്തു. എല്ലാ പേരൻസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഈ മഹോത്സവിന് വരാന്ന് പറഞ്ഞു. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. എവ്രി വൺ വാണ്ടഡ് ടു മേക്ക് ദ സെലിബ്രേഷൻ സ്പെഷ്യൽ. എല്ലാവർക്കും ഈ സെലിബ്രേഷൻ വളരെ സ്പെഷ്യൽ ആക്കണമെന്ന് ആണ് ആഗ്രഹമുള്ളത്. They gathered under big banyan tree near the playground to plan out the festival. അപ്പൊ ഫെസ്റ്റിവൽ ആയിട്ടില്ല. ഫെസ്റ്റിവലിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടി എല്ലാരും ആ ബനിയൻ ട്രീന്റെ അടിയിൽ വന്നിരിക്കുകയാണ്. ദ പേരൻസ് ഡിസൈഡഡ് ടു ഹെൽപ് ടു. കുട്ടികളാണ് ഈ ഒരു ആഘോഷം നടത്തുന്നത്. ഇവിടെ പേരൻസ് ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. ഷീല, ഇതൊക്കെ ഇനി പേരൻസ് ആണ്. The park where we plan to hold the Van Mahotsav need repairs. അപ്പൊ അവര് പറയാ, കുട്ടികൾ വൻ മഹോത്സവം നടത്താൻ പോകുന്ന പാർക്കിൽ ഓൾറെഡി കുറച്ച് റിപ്പയർ വർക്ക് ഒക്കെ ആവശ്യമുണ്ട്. സമീർ, yes, the park has been part of our lives for years. I have some wood and nails at home. I can fix the benches in the park. സമീർ പറയാ, ഈ പാർക്ക് നമ്മുടെ സൊസൈറ്റിന്റെ ഒരു പാർട്ടല്ലേ. എന്റെ വീട്ടിൽ കുറച്ച് നെയിൽസും പിന്നെ കുറച്ച് വുഡും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ആ പാർക്കിലെ ബെഞ്ചസ് ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. ബബിത, ഐ വിൽ റിപ്പയർ ദ സ്ട്രീറ്റ് ലൈറ്റ് നെക്സ്റ്റ് ടു ദ പാർക്ക്. ബബിത പറയാണ്, അവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല, അത് ഞാൻ റിപ്പയർ ചെയ്തോളാം. നൂർ, I will bring some saplings from my plant nursery. Then we will plant them along the boundary of the park. നൂർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു പ്ലാന്റ് നഴ്സറി ഉണ്ട്. അപ്പൊ അവർ അവിടുന്ന് കുറെ പ്ലാന്റ്സ് എടുക്കാൻ റെഡിയായി. ബബിത, if we all work together, the park will be ready in no time. One Mahotsav will be so much fun. അപ്പൊ നമ്മൾ പേരൻസ് എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ഓരോരുത്തർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഓരോരുത്തർ സ്വയം ചെയ്താൽ, വേറെ ആരെയും വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വൻ മഹോത്സവം ആവുമ്പോഴേക്ക് പാർക്കൊക്കെ നന്നായിട്ട് റെഡി ആയിരിക്കും. Every villager came forward to contribute in some way or another. This is very important. ഓരോരുത്തർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ആഗ്രഹത്തോടെ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തർക്കും അവരവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം തന്നെ നന്നായി മാറുമല്ലേ. ആക്ടിവിറ്റി 3. Identify the people who help in maintaining your locality. What are their occupations? അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ അതേപോലെ സൂക്ഷിക്കുകയും വേണം. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ അപ്പം സോൾവ് ചെയ്ത്, എന്തെങ്കിലും റിപ്പയർ വർക്ക് ഒക്കെ ഉണ്ട് അത് റിപ്പയർ ചെയ്തൊക്കെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീടും പരിസരത്തിന്റെയും അല്ലെ ആ ലൊക്കാലിറ്റിയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ ആരൊക്കെയാണ് അത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ? എന്തൊക്കെയാണ് അവരുടെ ജോലികൾ? നോക്കാം. സ്വീപ്പേഴ്സ്, എന്നും റോഡുകളും സ്ട്രീറ്റുകളും ഒക്കെ ക്ലീൻ ചെയ്യണ്ടേ, അവരാണ് സ്വീപ്പേഴ്സ്. സ്വീപ്പേഴ്സ് ക്ലീൻ ദ റോഡ്സ്. ഇനി ഗാർഡനേഴ്സ്, നല്ല ഭംഗിയുള്ള ഗാർഡൻസ് ഒന്നും താനെ ഉണ്ടായി വരില്ല, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ശ്രമിച്ച് ചെടികളൊക്കെ നട്ട് വളർത്തുക തന്നെ വേണം. അപ്പൊ ഗാർഡനേഴ്സ് ടേക്ക് കെയർ ഓഫ് പാർക്സ്, പിന്നെ പ്ലാന്റ്സും ബാക്കി കാര്യങ്ങളെയൊക്കെ അവർ ടേക്ക് കെയർ ചെയ്യും. പോലീസ് ഓഫീസേഴ്സ് എൻഷുവർ സേഫ്റ്റി, പിന്നെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് പോലീസ് ഓഫീസേഴ്സ് ആണ്. ഡോക്ടേഴ്സ് ട്രീറ്റ് പീപ്പിൾ, അസുഖമായി പോകുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആണ്. ഇലക്ട്രീഷ്യൻസ് റിപ്പയർ ലൈറ്റ്സ്, അതുപോലെ പ്ലംബേഴ്സ് ഫിക്സ് വാട്ടർ സിസ്റ്റംസ്. ഇത് മാത്രല്ല, ഇനിയും കുറേ ജോലികളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. Look at the table below. List different kinds of work required for developing and maintaining the park. Also mention the materials, tool, skills required. An example is given here. People at work. ഫസ്റ്റ് തന്നെ കാണിച്ചിരിക്കുന്നത് ഒരു മേസൺ ആണ്. മേസൺ എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ച് വീടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് മേസൺ. അവര് മെൻഡിങ് വാൾസ് യൂസിങ് ബ്രിക്സ് ആൻഡ് സിമെന്റ്. ഇവിടെ ആൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വാൾ ഉണ്ടാക്കുകയാണ് ബ്രിക്സും സിമെന്റും ഉപയോഗിച്ചിട്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളിന്റെ പേരാണ് ട്രോവൽ. ഈ സാധനത്തിന്റെ പേരെന്താണ്? ട്രോവൽ.
ഇനി അടുത്ത ആള് ഇതാരാണ്? അതൊരു കാർപ്പൻറ്റർ ആണ് അല്ലേ? കാർപ്പൻറ്റർ എന്താ ചെയ്യുന്നത്? മേക്സ് ആൻഡ് റിപ്പയർസ് ബെഞ്ചസ് ആൻഡ് വുഡൻ ഐറ്റംസ്. വുഡൻ ഐറ്റംസിന്റെ സാധനങ്ങൾ ഉണ്ടാക്കുകയും റിപ്പയർ വർക്കും ചെയ്യുന്ന ആളാണ് കാർപ്പൻറ്റർ. കാർപ്പൻറ്ററിന്റെ ഒരു ടൂളിന്റെ പേരാണ് സോ. ഇനി ഇവിടെ ഒരു ഗാർഡനർ ഉണ്ട്. പ്ലാന്റ്സ് ആൻഡ് വാട്ടർ പ്ലാന്റ്സ്, ചെടികൾ നടുകയും ആ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യുക ഗാർഡനർ ആണ്. പിന്നെ അവർ ഉപയോഗിക്കുന്ന ഒരു ടൂളിന്റെ പേരാണ് വാട്ടറിംഗ് ക്യാൻ. അതാണ് അവരുടെ ടൂള്. ഇനി അടുത്തത് ഒരാള് സ്ട്രീറ്റ് ഒക്കെ അടിച്ചു വാരുകയാണ് അല്ലേ? അവരാണ് സ്വീപ്പർ. ക്ലീൻസ് ദ പാർക്ക്, പിന്നെ ക്ലീൻസ് ദ സ്ട്രീറ്റ് ഒക്കെയാണ് അവർ ചെയ്യുക. അവരുടെ ടൂളാണ് ബ്രൂം. ഇനി ഇതാരാണ്? ഇതൊരു ഇലക്ട്രീഷ്യൻ ആണ്. റിപ്പയർസ് ലൈറ്റ്സ് ആൻഡ് ഇലക്ട്രിക് പോൾസ്. അവരുപയോഗിക്കുന്ന ഒരു ടൂളിന്റെ പേരാണ് പ്ലയർ. Find out from your family members or neighbors about their work. What question would you ask them? Here are some examples. അപ്പോ നിങ്ങൾ ഇനി ഒരു സർവേ നടത്താൻ പോവാണ്. ഒരു പേപ്പറും പെന്നും ഒക്കെ എടുത്ത് കൃത്യമായ ചോദ്യങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഓരോ ആളുകളെടുത്ത് പോയിട്ട് അതേ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തൊക്കെ ചോദ്യങ്ങളാണ്? ഇവിടെ എക്സാമ്പിൾസ് തന്നിരിക്കുകയാണ്. വാട്ട് ഡു യു ലൈക്ക് ദ മോസ്റ്റ് അബൌട്ട് യുവർ വർക്ക്? ആദ്യം തന്നെ എന്താണ് നിങ്ങളുടെ ജോലി? നിങ്ങൾക്ക് എന്താണ് ആ ജോലി കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത്? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? വാട്ട് ടൈപ്പ് ഓഫ് ടൂൾസ് ഓർ തിങ്സ് ഡു യു യൂസ്? വാട്ട് ചലഞ്ചസ് ഡു യു ഫേസ്? ഈ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾ ചോദിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് പിന്നെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഓക്കെ ടീച്ചർ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടെന്നൊന്നും വിചാരിച്ചിരിക്കരുത്. സ്വന്തമായിട്ടൊരു 5 to 10 ആളുകൾ എടുത്തെങ്കിലും പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള അറിവുകൾ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്ന അറിവിനേക്കാളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. സെലിബ്രേറ്റിംഗ് വൻ മഹോത്സവ്. അങ്ങനെ കുട്ടികൾ ഫൈനലി വൻ മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്തി. വൻ മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ട് 2 വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.